എന്താടാ നീ രാത്രിയിൽ എങ്ങോട്ട് പോന്നു? മുരളിയുടെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിരുന്നു. മുരളി ഇതുവരെ എത്തിയിട്ടില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവനിത് എവിടെ പോയതാ? അറിയില്ല, വല്ല ഓട്ടം പോയതാവും. ഭാർഗവി ആന്റി അവിടെ ഇല്ലല്ലോ. അവർക്ക് ആകെ ഒരു പേടി. ഗൗരിയുടെ ഈ ഒരു അവസ്ഥയില് അവരവിടെ ഒറ്റയ്ക്ക് നിർത്തണ്ട. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചതാ. ഇന്ന് രാത്രി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല. അമ്മ സമ്മതിക്കുന്നില്ലേ? അതെന്താ? എനിക്കറിയില്ല. ഫോണിൽ ഞാൻ സംസാരിക്കുന്ന കേട്ട് പറ്റില്ല എന്ന് ഒറ്റ പറച്ചില്. അത് ശരിയല്ലല്ലോ. അമ്മയോട് ഞാൻ ചോദിക്കാം. അത് മര്യാദ കേടല്ലേ? ചേച്ചി വിട്ടേക്ക്. ഇനിയും അതിന്റെ പേരിലാവും അടുത്ത ബഹളം. ഭാർഗവി ആന്റി ദേവികയോടൊപ്പം പോയതല്ലേ? അപ്പൊ ആ പിള്ളേർ ഇവിടെ വരുന്നതിൽ എന്താ കുഴപ്പം? അമ്മയുടെ മനസ്സിലെന്താണെന്ന് ആർക്കറിയാം. ഇപ്പൊ ഇതിന്റെ പേര് ഒരു പ്രശ്നം വേണ്ട. ആ മീര കൂടിയുള്ളതല്ലേ. ഞാൻ മുരളിയുടെ വീട്ടിൽ ചെല്ലട്ടെ. മുരളി വന്നാ ഞാൻ തിരിച്ചു വരും. ശരി, നീ ചെല്ല്. നന്ദ, എങ്ങോട്ടാടാ രാത്രിയില്? ഞാനൊരു സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോവാ. ആണോ? ഞാനും കൂടെ വരാടാ. അല്ലേച്ചി, അവൻ എവിടെ പോയതാ? സിനിമയ്ക്ക് പോയതാണോ? ആ അതെ, സിനിമയ്ക്ക് പോയതാ. അവനും മുരളിയൊക്കെ ഇടയ്ക്കൊക്കെ ഒരു സിനിമയ്ക്ക് പോക്കുണ്ട്. ഷോ, നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കി ഞാനോടെ പോയേനല്ലോ. ചേച്ചി വാ, നമുക്കും പോവാം. ഒരു രസമല്ലേ? മൂവി കഴിഞ്ഞ് ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് വരാം. ചേച്ചി ഇറങ്ങ്. ഇന്ന് എനിക്കൊരു മൂഡില്ല മീരെ. നമുക്ക് നാളെ പോവാം. അതുമല്ല, അച്ഛന് മരുന്ന് കൊടുക്കണം. അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ഉണ്ട്, അതും ചെയ്യണം. ഷോ, ആ ദേവിക ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോവായിരുന്നല്ലേ? അവള് തിരിച്ചു വിളിക്ക്. ഇവിടെ അടുത്തെങ്ങാനാണോ വീട്? അങ്കിളുടെ കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളുമല്ലോ. അമ്പലത്തില് വഴിപാടെന്ന് പറഞ്ഞല്ലേ അവള് പോയത്. ക്യാഷ് കൂടുതൽ കൊടുത്ത് അവള് തിരിച്ചു വരും. മീരയോടെല്ലാം തുറന്നു പറഞ്ഞാലോ? പക്ഷേ അമ്മ പറഞ്ഞല്ലോ ഇവളെന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? വേണ്ട, തൽക്കാലം ഒന്നും പറയണ്ട. ഹലോ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? ആ കേട്ടു. ശരി, ഞാൻ എന്താ പറഞ്ഞേ? ദേവികയെ കാട്ടിന്ന് വിളിച്ചോണ്ട് വരണോന്നല്ലേ? ദേവികയെ കാട്ടീന്ന് വിളിക്കാനോ? ആ, അവളതിന് കാട്ടിലാണോ പോയേ? അമ്പലത്തിൽ പോയിന്നല്ലേ പറഞ്ഞേ? കാട്ടിലെ ഏതോ ഒരു അമ്പലത്തില് വഴിപാട് നടത്താൻ പോയതാ. എല്ലാരും വാലും തുമ്പും ഇല്ലാതെയാണല്ലോ സംസാരിക്കുന്നത്. വീട് മാറിയപ്പോ എല്ലാവരുടെയും റിലേ അടിച്ചു പോയോ? ഒരു കാര്യം ചെയ്യ്, ചേച്ചി ദേവികയുടെ നമ്പർ ഇങ്ങതാ, ഞാൻ വിളിച്ച് സംസാരിക്കാം. വേണ്ട മീര, വിട്ടേക്ക്. അമ്മ അതിന് താല്പര്യമൊന്നും കാണിക്കില്ല. വേണ്ട, വിളിക്കണ്ട. ചേച്ചി നമ്പർ തന്നേ, ആന്റിയോട് ഞാൻ പറഞ്ഞോളാം. വേണ്ട, ആ കുട്ടി സമാധാനമായിട്ട് കഴിയട്ടെ. ഇനി വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. എന്തായാലും നാളെ ആന്റിയോടും കൂടി ചോദിച്ചിട്ട് ഞാൻ ദേവികയെ വിളിക്കും. എങ്ങനെയെങ്കിലും ഇവിടെ തിരിച്ചെത്തിക്കുകയും ചെയ്യും.